ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ ആദ്യമേ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതുമാത്രമല്ല ഒരു ഫ്രീഡം ലവിങ് ആയിട്ടുള്ളൊരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് എല്ലാ കാര്യങ്ങളും എൻ്റെ കൈപ്പിടിയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വയം നല്ല ബിൽഡപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് എന്നെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്നുള്ളൊരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ, അല്ലെങ്കിൽ മറ്റാരും എൻ്റെ അത്ര പോരാ, അവരൊക്കെ എന്നെക്കാളും താഴെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസായിട്ട് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു സംസാരിക്കുന്ന വ്യക്തി വളരെയധികം ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴക്കുകളിലേക്ക് പോവാം. കാരണം ഏത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കാനുള്ള ആ ഒരു മടി കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അത്തരത്തിലുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മറ്റൊരാളുടെ കൺട്രോളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്തുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു തേർഡ് പാർട്ടി ആയിട്ട് വരാം, ആ ഒരു തേർഡ് പാർട്ടി പറയേണ്ടുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് സഹകരിച്ച് പോരേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓൾറെഡി എല്ലാം എൻ്റെ കൺട്രോളിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണെ മറ്റാരെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയായിരിക്കും, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അത്രത്തോളം അസഹിഷ്ണുമായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അത് ഉടനെ തന്നെ ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞതല്ലാതെ പിന്നീട് അത് മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ വൈരാഗ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തരത്തിൽ റിവെഞ്ച് ചിലപ്പോൾ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് അവസരം വരുമ്പോഴത്തേക്കും ഒരു പണി കൊടുക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വാക്ക് തർക്കങ്ങളോ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വലിച്ചിടുന്ന ഒരു സ്വഭാവം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി പറയാമെന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മുള്ളും മുനയും വെച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പല കാര്യങ്ങളും എടുത്തിടുന്നുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവും ഇവർ ഈ ഒരു കാര്യങ്ങളൊന്നും മറന്നു പോയില്ലേ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഇത് കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു തേർഡ് പാർട്ടി എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ കൺട്രോളിൽ നിൽക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അവരോട് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് അവിടെ നല്ല രീതിയിലുള്ള ഒരു അമർഷം ഈ ഒരു പേഴ്സൺ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഒരു അക്കരപ്പച്ച കണ്ട് അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്ത് തന്നെ ഒരു മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു സിറ്റുവേഷനിലേക്കോ പോയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അവർ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെഡേക്കാണ്. ഇവർ വളരെയധികം ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ കൺട്രോളിൽ കിട്ടണം, അല്ലെങ്കിൽ ഞാനാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കും വേറൊരാൾ ഇവരെ ഭരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ, എന്ത് റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിലുള്ളതെങ്കിലും ഈ ഒരു പേഴ്സൺ അവിടെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ അവിടെ കുറച്ചൊരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അക്കരപ്പച്ച കൊണ്ട് പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് ലൈഫിന് കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളൊരു രീതിയിലൊക്കെ പോയത് കൊണ്ട് തന്നെ അവിടെ ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ ഇവരോടൊപ്പം ഇപ്പോൾ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും ഇവരെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് മടിയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ക്ലാഷസ് ആയിരിക്കും ഇവർക്കിടയിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ എനർജീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു കട്ടയ്ക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള എനർജീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ക്ലാഷസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ. അതായത് അവിടെ ആ ഒരു കൺട്രോളിങ് നേച്ചർ രണ്ട് പേരിലും ഉള്ളതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് സ്യൂട്ട് ആവുന്നത് കുറച്ചുകൂടി ഒതുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം വൈബ്രൻ്റ് ആണ്, ലൗഡാണ്, ഈഗോയിസ്റ്റിക് ആണ്, ആ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു വൈബ്രൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സെൻസിൽ മനസ്സിലാക്കുന്ന കുറച്ച് ക്ഷമയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയില്ല, കാരണം ഇവിടെ നമ്മൾ നിങ്ങളുടെ എനർജിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിൽക്കുന്നതും ഇവരെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഇവരെക്കാൾ മേൽ ചിലപ്പോൾ വളരെയധികം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഈ ഒരു വ്യക്തി കുറച്ചധികം അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയും ചിലപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇട്ടായിരിക്കാൻ നിന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് മുതലേ ഇവർ തമ്മിൽ ഭയങ്കര അടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാപ്പിൽ അതിനകത്താക്കിയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ കൺട്രോളിലാവുന്നത് വരെ നല്ല രീതിയിൽ അവരുടെ യഥാർത്ഥ ക്യാരക്ടേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ച് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കറണ്ട് എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ അത്രത്തോളം രണ്ടും രണ്ട് തട്ടായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ഇൻറ്റൻഷനുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ വൈസ് ഈ ഒരു തേർഡ് പാർട്ടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി റീഡിംഗ് വരുന്നത് പോലെ തന്നെ ഈ ഒരു റീഡിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു തേർഡ് പാർട്ടി എനർജിയും അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്ക് എനർജിയിലായിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. അതായത് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ പല ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പ്ലാനിങ് എനർജി നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊന്ന് വളർത്തിക്കൊണ്ടുവരാനൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടേതായിട്ടുള്ള എഫേർട്ട് ഈ ഒരു പേഴ്സൺ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ എന്നിട്ടും കാര്യമില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവരുടേതായിട്ടുള്ള നിലപാടും ശക്തമായിട്ട് അവിടെ അറിയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുന്നത് കൊണ്ടോ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിനകത്ത് ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം. ഒരുപക്ഷെ അവരുടെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒന്നും അവർ വിചാരിച്ചതുപോലെ ആയില്ല എന്നുള്ള ഒരു നിരാശയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരെ വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ മനസ്സുരുകി കരയുന്ന ഒരു പേഴ്സണെ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. അവരോടുള്ള ദേഷ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അതിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അവിടെ ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു അനുകമ്പയോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മതിപ്പോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യമെല്ലാം ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് പീരീഡിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, ഈ ഒരു തേർഡ് പാർട്ടിയിൽ തന്നെ സ്റ്റക്ക് ആയിരുന്നു ഈ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ തീർത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരിലേക്ക് പോകുന്ന ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളോട് ഒന്നും പറയാതെ പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ മുറിവേൽപ്പിച്ച് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇനി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ലെസ് കോൺടാക്ട് നിങ്ങളോട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ആ ഒരു രീതിയിലായിരിക്കും അവരപ്പോൾ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും അല്ല ലെസ് കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി കുറച്ചും കൂടി ഒരു ഇൻറ്റിമസിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പാഷനേറ്റ് എനർജി എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ഒരു പേഴ്സൺ തെറ്റ് തിരുത്തി വരുന്ന ഒരു പേഴ്സൺ ആണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്കരെ പച്ച കണ്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാപ്പപേക്ഷിച്ച് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ മനസ്സത്രത്തോളം കുറ്റബോധത്തോടു കൂടി വരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അത് ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ മൂലം അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു ആകർഷണം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇതിൽ ഏറ്റവും ബെറ്റർ എന്നവർക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളോടുള്ള ഒരു ആകർഷണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫിസിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ആ ഒരു തരത്തിലുള്ള ഒരു ആകർഷണവും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വശത്ത് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് കൂടുന്നത് പോലെ തന്നെ ഇവിടെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് നിങ്ങളുടെ കാര്യം അറിയുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഒന്നും കൂടി പ്രകോപിപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അത്രയും എതിരായിട്ട് നിന്നിട്ടുള്ളതെങ്കിൽ മനഃപൂർവ്വം അത് അവർക്കൊരു പണി കൊടുക്കണം എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ, ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട്, ഇതെല്ലാം ഇവിടെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഓഫർ സ്വീകരിച്ചില്ല. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുള്ളൂ. ഈ ഒരു പേഴ്സൺ നന്നായിട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഇവരെ ചീറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അക്കരപ്പച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ എനിക്കിനി വേണ്ട, ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ ഓഫറോ കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവിടെ വളരെയധികം കുറ്റബോധത്തോടു കൂടി നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യും. അതിനുള്ളൊരു മാനസികാവസ്ഥ ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കാനും ഈ ഒരു പേഴ്സണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി വേണ്ട, അതിനകത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിന് പകരമായിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തും അവർക്ക് ഹോപ്പില്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ഇതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ചില വ്യക്തികളുണ്ട്, അവരിപ്പോൾ ഇതുപോലെ പേഴ്സൺ അകന്നു പോകുന്ന ഒരു സമയത്തെല്ലാം, ഇപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ ചിലരൊന്ന് പറയാറുണ്ട്, ആ ഒരു വ്യക്തി ബെഗ് ചെയ്ത് എൻ്റെ പുറകെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി അത്രയും ആ ഒരു കാല് പിടിച്ച് പുറകെ വരണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുപോലെ ബെഗ് ചെയ്ത് പുറകെ വരാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഓർത്ത് കരയാനോ ഒന്നും നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് പോലെ പ്ലാൻ എ മാത്രമല്ല, പ്ലാൻ ബിയും കൂടിയുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു പേഴ്സൻ്റെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോരണം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗത്തിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇത്തരത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് റെസണേറ്റ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ എല്ലാം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് അവരുടെ ഒരു എനർജി ആണോ എന്നുള്ളത്. അത്ര നല്ല രീതിയിൽ തന്നെ അവരെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നോ കോൺടാക്റ്റ് ആണ്, ഒന്ന് അവർ വന്ന് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മാറ്റിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.